അർജുൻ കല്യാട് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്ന്. അർജുൻ, തന്റെ കൈകൾ പരിശുദ്ധമാണ്, പാർട്ടിയിലെ ചിലരാണ് ഇതിന് പിന്നിൽ എന്ന് എം കെ രാഘവൻ പറയുന്നു. പക്ഷേ പ്രാദേശിക നേതൃത്വം എം കെ രാഘവന്റെ വാദങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ്. ഇപ്പോഴത്തെ അഭിലാഷ് പുറത്തുവിട്ട ഈ കത്തുണ്ടല്ലോ, അഭിമുഖത്തിന് മുൻപ് ഉദ്യോഗാർത്ഥികൾ നൽകിയ കത്താണ്. ഇത്തരത്തിൽ കോഴ നൽകുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ആ കത്തിലും ആരോപിക്കുന്നത്. ഇത്തരത്തിൽ പ്രത്യക്ഷമായ പല തെളിവുകളും ഉണ്ട് എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ DCC ഇക്കാര്യങ്ങൾ KPCC നേതൃത്വത്തെ ധരിപ്പിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്. എന്താണ് പാർട്ടിയിൽ ഇപ്പോൾ പുകയുന്നത്? ഒരു പരസ്യമായ തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു അല്ലേ? വിനീത, അതായത് കണ്ണൂരിൽ കോൺഗ്രസ് DCC നേതൃത്വവും MK രാഘവൻ MPയും തമ്മിലുള്ള ഒരു പരസ്യമായിട്ടുള്ള പോരിലേക്കാണ് ഇപ്പോൾ വഴി തുറക്കുന്നത്. അതിൻ്റെ ആദ്യ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്തത്. DCC നേതൃത്വത്തിന് കടുത്ത അസംതൃപ്തിയാണ് MK രാഘവൻ MP ഈ മാടായി കോളേജിൽ സാധാരണ പ്രവർത്തകരുടെ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളുടെയൊക്കെ നിർദ്ദേശത്തെ മറികടന്നുകൊണ്ട് അതിനെ എതിർത്തുകൊണ്ട് നടത്തിയിട്ടുള്ള ഈ നിയമനത്തിലുള്ളത്. ആ കാര്യം KPCC നേതൃത്വത്തെ ഈ കണ്ണൂർ DCC അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഒരു സമവായ നീക്കമെല്ലാം നടക്കുന്നതിനിടെ കൂടിയാണ് MK രാഘവന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി കഴിഞ്ഞ ദിവസം ഈ നിയമനം അംഗീകരിച്ചത്. അതുകൂടിയാണ് കൂടുതൽ പ്രകോപനം ഈ വിമത വിഭാഗത്തിന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായി ഈ ഒരു പ്രശ്നങ്ങളെല്ലാം നടക്കുന്ന ഘട്ടത്തിൽ DCC നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഈ വിമത വിഭാഗത്തെ ഒരു സമവായ ചർച്ചയ്ക്ക് വേണ്ടി ഒരു ദൂതനെ അയച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ തന്നെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഒരു സമവായ നീക്കം നടത്തുന്നു. ആ ഘട്ടത്തിൽ അതായത് അതിലൊരു തീരുമാനമെടുക്കുന്നു. അതിന് തൊട്ടടുത്ത ദിവസം തന്നെ ഈ നിയമനങ്ങളെല്ലാം തന്നെ ഈ ഭരണസമിതി അംഗീകരിക്കുകയാണ്. അതായത് ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ അത് കൂടുതൽ രൂക്ഷമാക്കുന്ന രീതിയിലുള്ള ഇടപെടലുകളാണ് MK രാഘവൻ MPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ MK രാഘവൻ MPയുടെ നിലപാടിനെ പിന്തുണക്കാൻ വേണ്ടി കഴിയില്ല എന്ന കാര്യം തന്നെയാണ് DCC നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ KPCC നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതൊരു പരസ്യമായ പോരിലേക്ക് എത്തുകയാണെങ്കിൽ അത് അതിരൂക്ഷമായ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ വഴി തുറക്കുമെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം DCC നേതൃത്വം അത്തരത്തിലൊരു പരസ്യമായ നിലപാട് ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. അവർ സംഘടനാപരമായ രീതിയിൽ KPCC നേതൃത്വത്തെ അറിയിച്ചു. മുതിർന്ന AICC നേതാക്കൾ, കണ്ണൂരിൽ നിന്ന് ഉൾപ്പെടെയുള്ള ചില നേതാക്കൾ AICC നേതൃത്വത്തിലുള്ളവരെ ഈ കാര്യങ്ങളെല്ലാം ധരിപ്പിക്കാനുള്ള ഒരു ശ്രമവും നടത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും DCC നേതൃത്വം ഈ അസംതൃപ്തി പരസ്യമാക്കിയിട്ടില്ലെങ്കിൽ കൂടി കടുത്ത വിയോജിപ്പ് ജില്ലാ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് MK രാഘവൻ MPക്കെതിരായിട്ടുള്ള ഒരു നീക്കം അവിടെ നടക്കുന്നു എന്ന കാര്യം വ്യക്തമാണ്. MK രാഘവൻ MPയും ചില കാര്യങ്ങൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. പാർട്ടിക്കകത്ത് തൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ചില അല്ലെങ്കിൽ തനിക്കെതിരെ പ്രവർത്തിക്കുന്ന ചിലരുടെ ശ്രമമാണ് ഈ നീക്കത്തിനെല്ലാം പിന്നിൽ എന്നുള്ളതാണ് MK രാഘവൻ MP വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും ഇരു വിഭാഗങ്ങളും ഈ പരസ്പരം ഒളിഞ്ഞും തെളിഞ്ഞും ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഒരു ചേരിപ്പോരിലേക്കോ അല്ലെങ്കിൽ പരസ്യമായിട്ടുള്ള പ്രതികരണത്തിലേക്കോ വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ സങ്കീർണമായിട്ടുള്ള ഒരു സംഘടനാ പ്രശ്നത്തിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും മാടായി കോളേജിലെ ഈ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നം കോൺഗ്രസിലെ ഒരു ആഭ്യന്തര പ്രശ്നമായി വലിയ രീതിയിൽ ഒരു ആഭ്യന്തര കലഹമായി തന്നെ രൂപപ്പെടുകയാണ്. ഒരുപക്ഷെ അത് MK രാഘവൻ MP കണ്ണൂർ DCC എന്ന രീതിയിലേക്കുള്ള പരസ്യമായ ചേരിതിരിഞ്ഞുള്ള പോരിലേക്ക് കൂടി വഴി തുറക്കാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. KPCC നേതൃത്വം സമവായത്തിനുള്ള അല്ലെങ്കിൽ ഒരു അനുനയത്തിനുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. മുതിർന്ന നേതാക്കൾക്ക് ചുമതല നൽകിക്കൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് രമ്യമായ രീതിയിൽ ഏത് തരത്തിലാണ് പരിഹാരം കണ്ടെത്താൻ വേണ്ടി കഴിയുക എന്നുള്ള ചർച്ചയാണ് KPCC നേതൃത്വത്തിൽ തന്നെ ആലോചിക്കുന്നത്. MK രാഘവൻ MP നിലപാട് കടുപ്പിക്കുന്നു. അതിനേക്കാൾ കടുപ്പിച്ചുകൊണ്ടാണ് കണ്ണൂർ DCC ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കുന്നത്. പക്ഷേ MK രാഘവൻ MP നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, കൃത്യമായ രീതിയിൽ മെറിറ്റ് അടിസ്ഥാനപ്പെടുത്തിയാണ് താൻ നിയമനം നൽകിയത് എന്ന് പറയുമ്പോൾ കൂടി ഈ എയ്ഡഡ് കോളേജുകളിലെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പാർട്ടി നേതൃത്വം നൽകുന്ന ഭരണസമിതി കൃത്യമായ രീതിയിൽ അത് ഇൻ്റർവ്യൂ ബോർഡ് കൃത്യമായി നിശ്ചയിച്ച് ഉറപ്പിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള നിയമനങ്ങൾ നൽകാറുള്ളത് എന്ന കാര്യം പരസ്യമായിട്ടുള്ള ഒരു രഹസ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ MK രാഘവൻ MP എങ്ങനെയാണ് ഇങ്ങനെയൊരു നിയമനം നൽകിയത് എന്ന കാര്യത്തിൽ വലിയ ആക്ഷേപം ജില്ലാ നേതൃത്വത്തിനുണ്ട്. അക്കാര്യം KPCC നേതൃത്വത്തെ ജില്ലാ നേതൃത്വം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വിനീത, ശരി, അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന്റെ ഒരു പ്രതികരണവും വരുന്നു. മാടായി കോളേജ് നിയമനവുമായി ബന്ധപ്പെട്ട് പാർട്ടി നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ നിലപാട് അറിയിച്ചിരിക്കുന്നു എന്നാണ് വിജിൽ മോഹന്റെ പോസ്റ്റ് വരുന്നത്. പ്രവർത്തകരുടെ വികാരം മാനിച്ചാകണം ആത്യന്തികമായ ഏതൊരു തീരുമാനവും. കൂട്ടായ നേതൃത്വം കൈക്കൊണ്ട തീരുമാനം എന്തു തന്നെയായാലും സാധാരണ പ്രവർത്തകന് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചിരുന്നു എന്ന ആത്മപരിശോധന നടത്തണം. കൃത്യമായ ആശയവിനിമയം ഉണ്ടായിരുന്നെങ്കിൽ തെരുവിൽ വൈകാരികമായ പ്രതികരണം ഒഴിവാക്കാമായിരുന്നു എന്നതുൾപ്പെടെ യൂത്ത് കോൺഗ്രസും ഇക്കാര്യത്തിൽ വിമർശനം ഉന്നയിക്കുകയാണ്. ഏതായാലും MK രാഘവൻ MPക്കെതിരെ നിലപാട് കടുപ്പിക്കുന്നു കണ്ണൂർ DCC നേതൃത്വം.
ഈ വിഷയത്തിൽ നിയമന വിഷയത്തിൽ KPCCയുടെ ഇടപെടൽ ഉണ്ടാവുകയാണ്. മുതിർന്ന നേതാക്കളെ തന്നെ അനുനയ ചർച്ചകൾക്കൊക്കെ നിയോഗിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു അർജുൻ കല്യാടും AK അഭിലാഷും. നമുക്ക്